കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ആദ്യം തന്നെ നമുക്ക് കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ച് നമുക്ക് പോവാം. അങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോവാം. ഇന്ന് വളരെ തിരക്ക് കുറഞ്ഞ ദിവസമാണ്. ഇന്നും നാളെയൊക്കെ ഇനി തിരക്ക് കുറവ് തന്നെയാണ്. കാരണം ഉത്സവത്തിൻ്റെ ആരംഭം ആയത് കാരണം ചോറൂണൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ദർശനമില്ലാത്ത കാരണമൊക്കെ കുറവാണ് തിരക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും തൊഴാൻ പോവാം. ആദ്യം തന്നെ ആ വാതിൽപ്പടി എത്തിയിട്ട് അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ നെയ്വിളക്കിൻ്റെ പ്രകാശത്തിൽ നമ്മുടെ ആ പൊന്നുണ്ണി കണ്ണനെ ഇങ്ങനെ കാണുകയാണ് അവിടുത്തെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സൈഡിലുള്ള മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. ഇടത് ഭാഗത്ത്, അതേപോലെ വലത് ഭാഗത്ത് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴാം. അതിനുശേഷം നമ്മൾ അകത്തേക്ക് ഇങ്ങനെ നോക്കി തൊഴുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വേണുഗോപാല സ്വരൂപത്തിലാണ് ഇന്ന് ഭഗവാൻ ആ കളഭാലങ്കാരത്തിൽ അണിഞ്ഞിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായത് തന്ത്രി തന്നെയാണ്. അതേപോലെ കളഭാലങ്കാരം ഉണ്ടായത് മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി. അപ്പോൾ വേണ്ടപ്പെട്ട ആളുകൾ തന്നെ, അതായത് അച്ഛൻ്റെ പിതൃസ്ഥാനീയനും മാതാവിൻ്റെ സ്ഥാനത്തുള്ള മേൽശാന്തിയും പിതൃസ്ഥാനത്തുള്ള തന്ത്രിയും ആണ് ഇന്നത്തെ പൂജകളൊക്കെ നടത്തിയിട്ടുള്ളത്. വളരെ മനോഹരമായ ഒരു അലങ്കാരമാണ്. കാൽത്തളകളും കൈവളകളും തോൾവളകളും കാതിൽ ചെവിപ്പൂക്കളും എല്ലാം അണിഞ്ഞ് വളരെ സുന്ദരനായ ആ വേണുഗോപാല സ്വരൂപം, അതായത് മുരളീധരം സ്വരൂപത്തിൽ ഭക്തരെ എല്ലാം ഓടക്കുഴൽ വായിച്ച് കേൾപ്പിക്കുന്ന ആ ഒരു രൂപത്തിലാണ് ഇന്നത്തെ കളഭാലങ്കാരം. അപ്പോൾ എല്ലാവരും ആ തിരുമുമ്പിൽ നിന്ന് തൊഴുതോളൂ. നമ്മളെല്ലാവരും ഇപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിൽ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണ്. എല്ലാവരും അങ്ങനെ പ്രാർത്ഥിച്ചോളും. ആ വേണുഗോപാല സ്വരൂപത്തെ നോക്കിയിട്ട് നല്ല ആ കളഭാലങ്കാരമാണ്. അപ്പോൾ അതെല്ലാവരും കണ്ടോളും. അതേപോലെ 2 തിരുമുടിമാലകളുണ്ട്, തെച്ചിയും തുളസിയായിട്ടുള്ളതും വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും. അതുപോലെ 2 ഉണ്ടമാലകളും, തെച്ചിയും തുളസിയും താമര ആയിട്ടുള്ളതൊന്നും, വെളുത്ത പൂവിന് കൂടുതലുള്ളത് തെച്ചിയും കൂടിയതും, അങ്ങനെ 2 ഇതും. പിന്നെ വിധാനമായിട്ട് 4 തുളസിമാലകളും 1 താമരമാലയാണ് മുകളിലുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളും. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വരുന്നത് ആ തിടപ്പള്ളി നോക്കിയിട്ടൊന്ന് തൊഴുകയാണ്. കാരണം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഭഗവാന് നേദ്യം നടത്തുന്ന ഗണപതി ഹോമം നടത്തുന്ന തിടപ്പള്ളി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അവിടേക്ക് നോക്കിയിട്ട് തൊഴുക. അതിനുശേഷം നേരെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുക. അങ്ങനെ വരുമ്പോൾ വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് തൊഴാം. വിഘ്നേശ്വരനെന്ന് മൊത്തം ചന്ദനം കൊണ്ടിങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ സ്വർണത്തിൻ്റെ ആ വലിയ പൊട്ടുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു വെളുത്ത മുണ്ട് പോലത്തെ കോടിക്കളർ മുണ്ടാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. നിറയെ മാലകളുണ്ട്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി ദേവിനെ കാണാം. സരസ്വതി ദേവിക്ക് ഇന്ന് തുളസിപ്പൂവും വെളുത്ത മാലയും കൂടിയൊരു ഇതാണുള്ളത്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവിനെയും കണ്ട് തൊഴുത് നമ്മളിങ്ങനെ ആ ചെറിയ ഗണപതിയുടെ ഒന്ന് കണ്ട് തൊഴുതു. അങ്ങനെ വരുമ്പോൾ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹമൊക്കെ കണ്ട് തൊഴുതു. അവിടെ മേൽശാന്തി പ്രസാദമായിട്ട് ഇരിക്കുന്നു. അർച്ചന പ്രസാദം വാങ്ങാം. അത് കഴിഞ്ഞാൽ ആ വാമനമൂർത്തിയെ കാണാം. അതേപോലെ ഗജേന്ദ്രമോക്ഷം കാണാം. അതേപോലെ വിഷ്ണു ഗരുഡൻ്റെ പുറത്തിരുന്ന് വിഷ്ണു അത് കാണാം. അതിനുശേഷം അനന്തശായിയായ അനന്തപത്മനാഭനെ നോക്കി തൊഴാം. അവിടെയും ധാരാളം തുളസിമാലകൾ ചാർത്തിയിട്ടുണ്ട്. ആ വെളുത്ത പൂവ് കൊണ്ടുള്ള മാലകളും ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കണ്ട് തൊഴുത് പിന്നെ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ നേരെ ശ്രീരാമചന്ദ്രനും ബലരാമനും അതേപോലെ ഭാർഗവരാമനും അതേപോലെ കൽക്കിയും ഒക്കെയുള്ള എല്ലാ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട്
തൊഴുത് നേരെ ആ മുരുക ഭഗവാനെ കണ്ട് തൊഴാം. അതിനുശേഷം ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരാം. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴാം. ഇന്ന് അധികമൊന്നുമില്ല, ഒരു മാല പോലും ഇല്ല, കുങ്കുമവും. ഇന്ന് ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് തൊഴാം. അതിനുശേഷം നമ്മൾ ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ വടക്കേ ഭാഗത്ത്, അതായത് അവിടുന്ന് പടിഞ്ഞാറ് ഭാഗത്ത്, ഓവിൻ്റെ അവിടുന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിയുന്ന ഭാഗത്തുള്ള നമ്മുടെ ആ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴുക. അവിടെയും തൊഴുതതിന് ശേഷം നമ്മൾ ആ മണിക്കിണറൊന്ന് നോക്കി തൊഴും. അതേപോലെ ആ നൃത്ത അറയിലേക്ക് നോക്കിയിട്ട് ഭഗവാൻ ഉണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം നേരെ ആ കുറൂരമ്മേനെയൊക്കെ കണ്ട് ആ കൃഷ്ണാട്ട വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ പോരുകയാണ്. അങ്ങനെ പോരുമ്പോൾ ആ വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങി ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാൻ പോവുകയാണ്. ഭഗവതിയെ കണ്ട് തൊഴാം. വളരെ സന്തോഷമാണ്. ഇപ്പോൾ ഉത്സവമല്ലേ, എന്താ പറയുക, സഹോദരന് ഉത്സവമാകുമ്പോൾ വളരെ സന്തോഷത്തിലാണ് സഹോദരി ഇരിക്കുന്നത്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുതു. അതിനുശേഷം നമ്മളിങ്ങനെ തിരിച്ചിങ്ങനെ പോരുമ്പോൾ ആ കോർണറിൽ വന്നിട്ട് ആ മമ്മിയൂരപ്പനെ ഒന്ന് നോക്കി സ്മരിക്കുക. ആ പഞ്ചാക്ഷരി മന്ത്രമായ നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അതിനുശേഷം കൊടിമരത്തിൻ്റെ അവിടേക്ക് വരിക. ആ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ആ ശ്രീകോവിലിനകത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുരളീധര സ്വരൂപം കാണാം. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുക, ഒന്ന് നമസ്കരിക്കുക. അങ്ങനെ ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് ഒന്നുകൂടി പ്രണമിക്കുക. വീണ്ടും നമ്മൾ അയ്യപ്പസ്വാമിയുടെ അവിടെ വരികയാണ്. അയ്യപ്പസ്വാമിയുടെ അവിടെ വന്നിട്ട് അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുകയാണ്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹു ശാസ്തേസ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ കണ്ട് ഒന്ന് പ്രണാമം അർപ്പിച്ച് ഒന്ന് പ്രദക്ഷിണമായിട്ട് നേരെ ആ പടിഞ്ഞാറ നടയിലേക്ക് വരികയാണ്. പടിഞ്ഞാറ നടയിൽ വന്നിട്ട് ആ ദീപസ്തംഭത്തിൽ വേണുഗോപാലിന് ഇന്ന് അകത്തും പുറത്തും ഒക്കെ വേണുഗോപാല സ്വരൂപത്തിലാണ്. അതേപോലെ കുറച്ചിങ്ങോട്ട് പിറകിലോട്ടിൽ നിന്നാൽ ആ കൊടിമരത്തിൽ വേണുഗോപാല സ്വരൂപം കാണാം, കണ്ട് തൊഴാം. അപ്പോൾ എല്ലാവരും ഇന്നും ഉച്ചപൂജ എൻ്റെ കൂടെ വന്ന് കളഭാലങ്കാരം കണ്ടു. എന്നെ ശ്രവിക്കുന്ന ഏത് സമയത്താണോ അത് മനസ്സിൽ വിചാരിച്ച് ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണെന്ന് സങ്കല്പിച്ച് തൊഴുതോളുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കുറച്ചുകൂടിയും എന്താ പറയുക, ഉള്ളിലേക്ക് ദർശനം പരിമിതപ്പെടുത്തും. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഭക്തർക്കുണ്ടാവും. പക്ഷേ എന്നാലും ഉത്സവം ഭഗവാന്റെ ഉത്സവമാവുകൊണ്ട് എല്ലാവരും അതൊക്കെ ക്ഷമിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ ദർശനം ലഭിക്കുമല്ലോ, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.